Good morning, students. Adutha university question adana. Find the Fourier transform of f of x is equal to e raised to minus mod x minus infinity less than x less than infinity. July 2021 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് KTU ചോദിച്ചതാണ്. ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? Fourier transform ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ Fourier transform കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം Fourier transformന്റെ ഫോർമുല എഴുതാം. f of x എന്ന് പറഞ്ഞാൽ എന്താണ്? Fourier transformന്റെ റെപ്രസെന്റേഷനെയാണ് നമ്മൾ f of x എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന്റെ ഫോർമുല എഴുതുമ്പോൾ ഫോർമുല എങ്ങനെ വരും? 1/√2 pi integral minus infinity to plus infinity f of x e raised to minus isx dx. ഇതാണ് ഫോർമുല. Fourier transformന്റെ ഫോർമുല നമ്മൾ ആദ്യം എഴുതി വെച്ചു. 1/√2 pi integral minus infinity to plus infinity f of x e raised to minus isx dx. ഇതിനു ശേഷം നമുക്ക് ഫോർമുലയിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 1/√2 pi. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of x എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? e raised to minus mod x ആണ്. ഇൻ ദി ഇന്റർവൽ minus infinity less than x less than infinity. അപ്പോൾ f of x ന് നമ്മൾ എന്ത് കൊടുക്കുന്നു? minus infinity to plus infinity e raised to minus mod x e raised to minus isx dx. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നത്? 1/√2 pi integral minus infinity to plus infinity e raised to minus mod x cos sx minus I sin sx. E raised to minus isx നെ എന്തായിട്ട് മാറ്റുന്നു? cos sx minus I sin sx എന്നായിട്ട് മാറ്റുന്നു. അതിനുശേഷം നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/√2 pi integral minus infinity to plus infinity e raised to minus mod x cos sx minus I into minus infinity to plus infinity, then e raised to minus mod x sin sx dx. ഇനി രണ്ടായിട്ട് തിരിച്ചെഴുതും. അങ്ങനെ തിരിച്ചെഴുതി കഴിയുമ്പോൾ e raised to ഇവിടെ നമ്മൾ e raised to minus mod x x ന് നമ്മൾ minus x കൊടുത്താൽ ഇവിടെ ചേഞ്ച് ഇല്ല. e raised to minus mod x എന്ന് പറഞ്ഞാൽ e raised to minus mod x എന്ന് വരും. ഇവിടെ cos sx ന് x ന് നമ്മൾ minus x കൊടുത്താലും cos minus x എന്ന് പറഞ്ഞാൽ cos x ആണ്. അപ്പൊ ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഇതൊരു ഈവൻ ഫംഗ്ഷൻ, ഈവൻ ഇൻറ്റു ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഇത് എന്ത് എഴുതാം? 1/√2 pi integral minus infinity to plus infinity. ഇവിടെ ഈ ടേം നമുക്ക് ഇവിടെ മുകളിൽ എഴുതാം. f of x is equal to f of x is equal to 1/√2 pi. ഇവിടെ ഫസ്റ്റ് e raised to minus mod x എന്ന് പറഞ്ഞാൽ ഈ x ന് നമ്മൾ minus x കൊടുത്താൽ there will be no change. ഇവിടെ x ന് minus x കൊടുത്താൽ cos minus theta cos theta ആണ്. അപ്പോൾ ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആവുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കാം. minus a to a f of x dx is equal to 2 times 0 to a f of x dx. അപ്പോൾ when f of x is even. അപ്പോൾ e raised to minus mod x ഈവൻ ആണെങ്കിൽ ഇതൊരു ഈവൻ ആണ്. ഈവൻ ഇൻറ്റു ഈവൻ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടും? ഇവിടെ നമ്മൾ എന്ത് എഴുതാം? 2 times 0 to infinity. The 2 times 0 to infinity e raised to minus x cos sx dx. 0 to infinity ലെ x എന്നുള്ളത് mod x എന്നുള്ളത് x ന് എടുത്താൽ മതി. mod x taken as x itself. 0 to infinity ആവുമ്പോൾ ഇന്റർവെൽ mod x taken as x itself. ഈ രണ്ടാമത്തെ കേസിലേക്ക് നോക്കിയേ. ഇവിടെ x ന് നമ്മൾ minus x കൊടുക്കുമ്പോൾ ഇതിന് ചേഞ്ച് ഇല്ല. മൈനസ് mod x തന്നെയാണ്. ഇവിടെ x ന് minus x കൊടുക്കുമ്പോൾ sin minus theta minus sin theta ആണ്. അപ്പൊ ഇതൊരു നമുക്ക് ഒന്ന് ഈ ഓഡ് ഫംഗ്ഷനും ഇത് ഈവൻ ഫംഗ്ഷൻ വരും. ഓഡ് ഇൻറ്റു ഈവൻ ഓഡാണ്. therefore നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച് this is equal to 0 when f of x is odd. ഇവിടെ f of x is even. അപ്പൊ രണ്ടാമത്തെ കേസില് ഈ ഒരു ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതിന്റെ ആൻസർ 0 ആണ്. രണ്ടാമത്തെ കേസിൽ നമ്മൾ 0 എന്ന് എഴുതും. രണ്ടാമത്തെ കേസിൽ 0. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നോക്കാം. ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ
1 by root of 2 pi ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം root of 2 by pi. root of 2 by pi. ഒരു 2 root 2 നമ്മൾ root 2 ന്റെ root നേടിയിട്ട് root വെട്ടിപ്പോകും. അപ്പോൾ root of 2 by pi. ബാക്കി എന്താണുള്ളത് 0 to infinity e raised to minus x cos sx dx. ഇത്രയുള്ളൂ. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുല അപ്ലൈ ചെയ്യും. ആ ഫോർമുലയുടെ പേരാണ് e raised to ax cos bx dx is equal to e raised to ax by s square plus b square a cos bx plus b sin bx. ഇതാണ് ആ ഫോർമുല. a cos bx plus b sin bx എന്നുള്ള ഫോർമുലയാണ്. ആ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ root of 2 by pi then e raised to minus x divided by 1 plus s square 1 plus s square a cos bx minus cos sx plus s sin sx 0 to infinity. അപ്പോൾ ഈ ഒരു ഫോർമുല വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ്. e raised to ax cos bx dx എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to ax by a square plus b square a cos bx plus b sin bx. ആ ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് e raised to minus x by 1 plus s square വരും. ഇവിടെ minus cos sx വരും plus s sin sx വരും. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ root of 2 by pi 1 by 1 plus s square അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ e raised to minus infinity ആൻസർ 0 ആയിപ്പോൾ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 വരും. ഇവിടെ നമുക്ക് എന്ത് വരും? മൈനസ് 1 വരും. ഇവിടെ എന്ത് വരും? 0 വരും. അതായത് ലോവർ ലിമിറ്റ് 0 അപ്ലൈ ചെയ്യുമ്പോൾ e raised to 0 that is 1. ഇവിടെ x ന് 0 എടുക്കുമ്പോൾ cos 0 1 ആണ്. അപ്പോൾ മൈനസ് 1 sin 0 0. That is equal to root of 2 by pi into 1 by 1 plus s square minus of minus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 തന്നെയാണ്. Therefore നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? Fourier transform. Fourier transformന്റെ ആൻസർ എന്ത് കിട്ടി? root of 2 by pi divided by into 1 by 1 plus s square എന്നാണ് ആൻസർ കിട്ടുക. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോബ്ലം ജൂലൈ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. ഇങ്ങനെ ഒരു പ്രോബ്ലം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം Fourier transformന്റെ ഫോർമുല എഴുതാം. Fourier transformന്റെ ഫോർമുല എന്താണ്? f of s is equal to 1 by root of 2 pi integral minus infinity to plus infinity f of x e raised to minus isx dx. ആ ഫോർമുല എഴുതാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? f of x എന്ന് പറഞ്ഞാൽ e raised to minus mod x ആണ്. ഇതിന്റെ ലിമിറ്റ് എന്താണ്? ലോവർ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി, അപ്പർ ലിമിറ്റ് പ്ലസ് ഇൻഫിനിറ്റി. നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് e raised to minus mod x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം e raised to minus isx നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. cos sx minus i sin sx ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അത് ഏത് റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ്? e raised to minus sin theta എന്ന് പറഞ്ഞാൽ എന്താണ്? cos theta minus i sin theta ആണ്. ആ റിസൾട്ട് ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ e raised to minus mod x into cos x. cos sx ൽ x നമ്മൾ മൈനസ് x കൊടുത്താൽ cos x യാതൊരു ചേഞ്ചും വരില്ല. കാരണം cos minus theta cos theta ആണ്. e raised to minus mod x ൽ x ന് നമ്മൾ മൈനസ് x കൊടുത്താലും അതിന് ചേഞ്ച് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആയിട്ട് വരുന്നു. ഈവൻ ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ കൂടി കഴിഞ്ഞാൽ ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ അത് ആ റിസൾട്ട് ഉപയോഗിച്ച് നമ്മൾ ആദ്യം എഴുതുന്നു 2 times 0 to infinity e raised to minus x cos sx എന്ന് എഴുതുന്നു. എന്തുകൊണ്ടാണ് e raised to minus mod x എന്നുള്ളത് x ആയിട്ട് എഴുതിയത്? ഈ 0 to infinity 0 മുതൽ ഇൻഫിനിറ്റി വരെ mod x taken as x itself. അപ്പൊ അതുകൊണ്ട് e raised to minus ആ mod x ന് പകരം x എഴുതി e raised to minus x cos x. രണ്ടാമത്തെ കേസ് വരുമ്പോഴോ e raised to minus mod x ന് മൈനസ് x കൊടുത്താൽ ഞാൻ ചേഞ്ച് വരുന്നില്ല. പക്ഷെ sin sx ന് ചേഞ്ച് വരുന്നു. sin sx മൈനസ് sin sx ആവുന്നു. അപ്പൊ ഒന്ന് ഓടും മറ്റു ഈവൻ ആയി കഴിയുമ്പോൾ ഈവൻ ഇൻറ്റു ഓഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഓഡ്. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ മൈനസ് a to a f of x dx is equal to 0 when f of x is odd. അപ്പൊ രണ്ടാമത്തെ കേസ് 0 ആവുന്നു. രണ്ടാമത്തെ കേസ് 0 ആയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്ത് കിട്ടാം? root of 2 by pi 0 to infinity e raised to minus x into cos sx dx എന്ന് കിട്ടും. ഇനി അതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല എന്താണ്? ഇന്റഗ്രൽ e raised to ax cos bx dx is equal to e raised to ax by a square plus b square a cos bx plus b sin bx. വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ്. ആ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്ക് ഇന്റഗ്രേഷൻ പൂർണ്ണമാകും.
ഇന്റഗ്രേഷന്റെ ആൻസർ എന്താ കിട്ടുക? e raised to minus x by 1 plus s square minus cos sx plus s sin sx. ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് x ന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് e raised to minus infinity എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. e raised to minus infinity 0 എന്ന് വരും. ഈ ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോഴോ e raised to minus 0 എന്നുള്ളത് 1 വരും. ഇവിടെ നമുക്ക് -1 വരും, +0 വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ √2 pi into 1 by 1 plus s square. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ വാല്യൂ എത്ര കിട്ടണേ? √2 pi into 1 by 1 plus s square. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ജൂലൈ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചു.